കട്ടപ്പനയിലെ ഇരട്ടക്കൊലയിൽ വളരെ നിർണായകമായ വിവരങ്ങൾ ഇന്ന് പുറത്തുവന്നു. പ്രതിയുടെ കുറ്റസമ്മതമാണ് അതിൽ ഏറ്റവും പ്രധാനം. ആ വാർത്തയിലേക്കാണ് ആദ്യം. കട്ടപ്പനയിലെ അരും കൊലയുടെ ചുരുളഴിയുന്നു. കട്ടപ്പനയിലെ ഇരട്ടക്കൊലപാതകം തന്നെയെന്ന് സ്ഥിരീകരണം. വിഷ്ണുവിന്റെ പിതാവ് വിജയനെയും നവജാത ശിശുവിനെയും കൊലപ്പെടുത്തിയെന്ന് നിതീഷ് സമ്മതിച്ചു. അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. മൃതദേഹാവശിഷ്ടം കണ്ടെത്താൻ കാഞ്ചിയാറിലെ വീടിന്റെ തറ പൊളിച്ച് ഉടൻ പരിശോധന നടത്തും. രാഹുൽ വിജയൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി. രാഹുൽ, 2 കൊലപാതകവും താൻ തന്നെ നടത്തിയതാണ് എന്ന് സമ്മതിച്ചിട്ടുണ്ട് നിതീഷ്. എന്താണ് ഇതിന് കാരണം എന്നതൊക്കെ ഈ പ്രതി പറഞ്ഞിട്ടുണ്ടോ? ആഭിചാര കർമ്മങ്ങൾ നടത്തുന്ന പതിവുണ്ടായിരുന്നു, ഇയാൾ പൂജാരിയായിരുന്നു എന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട്. അതിന്റെ ഭാഗമായായിരുന്നോ കൊലപാതകം നടത്തിയത്? കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും പോലീസ് പറയുന്നുണ്ടോ? തറ പൊളിച്ചുള്ള പരിശോധനയൊക്കെ ഇന്ന് തന്നെ ഉണ്ടാകുമോ? ഈ കൊലപാതകത്തിന് പിന്നിലെ കാരണങ്ങൾ എന്ത് എന്നുള്ളതിൽ ഇപ്പോഴും ഒരു വ്യക്തതക്കുറവുണ്ട്. ഈ 2 കൊലപാതകങ്ങളും ചെയ്തത് താനാണ് എന്നുള്ളൊരു കുറ്റസമ്മതമാണ് പ്രതി നിതീഷ് ഇപ്പോൾ നടത്തുകയും ചെയ്തിരിക്കുന്നത്. പ്രതിയെ ഇന്ന് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. ഈ കൊലപാതക കേസിൽ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും ഈ സംഭവ സ്ഥലത്തെത്തിച്ച്, അതായത് ഈ വീട്ടിലെത്തിച്ചുകൊണ്ടുള്ള ഒരു തറ പൊളിച്ചുകൊണ്ടുള്ള പരിശോധന ഉണ്ടാവുക. അത് നാളെ രാവിലത്തേക്കാകാനാണ് ഉള്ള ഒരു സാധ്യത കാണുകയും ചെയ്യുന്നത്. 2016 നവജാത ശിശുവിനെ ഈ പ്രതിയായിട്ടുള്ള നിതീഷ് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആഭിചാരക്രിയകളുടെ ഭാഗമായിട്ടുള്ള പൂജാകാര്യങ്ങൾ ഇയാൾ ചെയ്തു വന്നിരുന്നു. ഇതിന്റെ പേരിൽ ആ കുട്ടിയെ പൂജയുടെ ഭാഗമായി വെക്കുകയും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങനെ വിവരങ്ങളായി ലഭിക്കുന്നുണ്ട്. 2023 ഈ നിതീഷിന്റെ സുഹൃത്തായിട്ടുള്ള വിഷ്ണുവിന്റെ പിതാവിനെ കൊലപ്പെടുത്തുന്നത്. തലക്കടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം മുറിയിൽ കുഴിച്ചിട്ടു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് കാഞ്ചിയാർ കക്കാട്ടുകടയിലെ വീട്ടിലാണ്. ഈ വീട്ടിൽ ചെന്ന് പോലീസ് ഈ തറ ഉൾപ്പെടെ മാന്തി ഈ മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുമുള്ളതാണ്. വിവിധ സേനാ വിഭാഗത്തിന്റെ സഹായവും അതിന്റെ ഭാഗമായിട്ട് തേടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് നാളത്തേക്കായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നാട് ഒന്നാകെ ഞെട്ടിയിരിക്കുകയാണ് ഇത്തരം ഒരു കൊലപാതകത്തിൽ. അതായത് 1ാമത്തെ കൊലപാതകം ഒരു ആഭിചാരക്രിയയുടെ ഭാഗമായിട്ട് നടന്നതാണോ എന്നൊരു സംശയം കൂടി നിലനിൽക്കുന്നതിനാൽ അതിൻ്റെ ഒരു ഭീകരത കൂടുതലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2ാമത്തെ കൊലപാതകം, അതായത് വിജയന്റെ കൊലപാതകം, അത് ഒരു തർക്കത്തിനൊടുവിൽ സംഭവിച്ചതാണ് എന്നുള്ളൊരു കാര്യം കൂടി, അല്ലെങ്കിൽ അത്തരമൊരു വിലയിരുത്തലിലേക്ക്, അല്ലെങ്കിൽ അത്തരമൊരു സൂചനയാണ് ലഭിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ ഇതിലൊക്കെ ഒരു പൂർണ്ണമായിട്ടുള്ള സ്ഥിരീകരണം വരികയുള്ളൂ. എന്തായാലും ഇടുക്കി SP-യുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ യോഗം ചേരുകയാണ്. അതിനുശേഷം അദ്ദേഹം ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടേക്കാം. അതിനുശേഷമായിരിക്കും എന്താണ് അടുത്ത നടപടിക്രമങ്ങളെന്ന് പറയുക. കട്ടപ്പനയിലെ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു. 2 കൊലപാതകങ്ങളും താൻ തന്നെയാണ് നടത്തിയത് എന്നതാണ് പ്രതി പറഞ്ഞത്. ഇതിന്റെ കാരണങ്ങൾ എന്ത് എന്നതിലേക്കൊക്കെ പോലീസ് ഇനിയും വ്യക്തത വരുത്തേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.